അങ്ങനെ എൻ്റെ ഓണം ബാംഗ്ലൂര് ഗോകുലത്തിലായിരുന്നു. ഗോകുലം സാറിൻ്റെ ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ. അപ്പം ആ കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന ആളുണ്ടോ, ഞാൻ പേരൊന്നും ചോദിച്ചില്ല. പുള്ളി ഈ ഫുഡ് ഉണ്ടാക്കിയ ആളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ ചെന്നാണ് കേട്ടോ. പുള്ളി എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ അമ്മേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു, ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ബാംഗ്ലൂർ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നതാണ്. അമ്മ മരിച്ചുപോയി, ഇതുപോലൊരു സദ്യ കഴിച്ചിട്ടില്ല, അമ്മ ഇരിക്കുമ്പോൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അപ്പോൾ അവരുടെ അഭിപ്രായവും കമൻറ്റും ഒക്കെ കേട്ടോ വല്ലാത്ത സന്തോഷം ഉണ്ടായി കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഓരോ അഭിപ്രായങ്ങളും എന്ത് ഫുഡ് കഴിച്ചാലും കിട്ടാത്തതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയാം, എല്ലാവരുടെയും കയ്യിൽ നിന്ന്. പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കലായിരുന്നു ദിവസം. ഇതുണ്ടോ, 4 ദിവസം ഞാൻ അവിടെ ഉണ്ടായി. 4 ദിവസവും പായസം എല്ലാ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാവമാണ് കേട്ടോ ഇത്. വളരെ ജീവിതത്തിൽ ഭയങ്കര ഇതാണ് ഞാൻ വർക്ക് ചെയ്ത ഹോട്ടൽ കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ റൂം സാധാരണ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ ചിലവുള്ളതൊക്കെ നമുക്കറിയാമല്ലോ, VIP മാത്രം, സിനിമ താരങ്ങൾ മാത്രം വന്ന് താമസിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം, ഞാൻ താമസിച്ച റൂം ഇതാണ് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ എൻ്റെ റൂമാണിത്. ഓണത്തിൻ്റെ അന്നത്തെ ഡ്രസ്സാണ് കേട്ടോ. രാവിലെ എല്ലാ ദിവസവും 4:30-5 മണിക്ക് ചെല്ലും. ഇങ്ങനെ മധുരയിൽ നിന്ന് വന്നാണ് കേട്ടോ. എല്ലാവർക്കും അത്ഭുതമായിരുന്നു, ഓണസദ്യ കഴിച്ചിട്ട് ഇതുപോലെ സദ്യ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാനവിടെ 2ാമത്തെ കൊല്ലമാണ് പോയി വർക്ക് ചെയ്യുന്നത്. വേറെ ഹോട്ടലുകളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായി, പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കാരണം എനിക്ക് അവിടെ തന്നെ പോകാനാണ് തോന്നിയത്. ഭയങ്കര സന്തോഷമുണ്ട്. 4 ദിവസം എല്ലാം മറന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയ, എന്താണ് പായസത്തിൻ്റെ ടേസ്റ്റ്, 4 തരം പായസം ഉണ്ടായി കേട്ടോ. എന്തൊക്കെയുണ്ട്, ഇതുപോലെ ഒരു പായസം ഇദ്ദേഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പത്രപ്രവർത്തനാണ് കേട്ടോ, കഴിച്ചിട്ടില്ല പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഒത്തിരി